ശബരിമല യുവതീ പ്രവേശന വിധിയിൽ നിർണായക നിരീക്ഷണവുമായി സുപ്രീം കോടതി. കോടിക്കണക്കിന് ആളുകളുടെ വിശ്വാസം തെറ്റെന്ന് ഒരു കോടതിക്ക് എങ്ങനെ പറയാനാകും എന്നാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ നിരീക്ഷണം. നൈഷ്ഠിക ബ്രഹ്മചാരിയായ ഭഗവാൻ അയ്യപ്പന്റെ ഏകക്ഷേത്രം ശബരിമലയാണ് എന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സുപ്രീം കോടതിയിൽ വാദിച്ചു. ശബരിമലയിൽ സ്ത്രീകളെ പൂർണ്ണമായും ഒഴിവാക്കിയിട്ടില്ലെന്നും അതിനാൽ ലിംഗവിവേചനമുണ്ടെന്ന് പറയാനാകില്ല എന്നുമായിരുന്നു ദേവസ്വം ബോർഡ് ഇന്ന് വാദിച്ചത്. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. അച്യുതൻ, ഈ വാദം ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഈ രീതിയിലുള്ള ചില സുപ്രധാന നിരീക്ഷണങ്ങൾ കൂടി കോടതി ഭാഗത്തു നിന്ന് വരുമ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്? ശബരിമല യുവതി പ്രവേശനത്തിലെ പുനഃപരിശോധന ഹർജികളെ പിന്തുണച്ചുകൊണ്ടാണ് ദേവസ്വം ബോർഡ് ഇന്ന് വാദം ഉന്നയിച്ചത്. പ്രധാനമായി ഇന്നത്തെ ദിവസം ദേവസ്വം ബോർഡ് തന്നെയായിരുന്നു അവരുടെ വാദങ്ങൾ നിരത്തിയത്. എന്നാൽ അതിന്റെ ഘട്ടത്തിൽ ആ ഒരു വാദം ഉന്നയിക്കുന്നതിന് സുപ്രീം കോടതി നിർണായക നിരീക്ഷണം നടത്തിയിരിക്കുന്നത്. അതായത് ഈ ദശലക്ഷക്കണക്കിന് ആളുകളുടെ വിശ്വാസം തെറ്റാണെന്ന് ഒരു കോടതിക്ക് എങ്ങനെ പറയാനാകും എന്നതാണ് ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യം എന്നായിരുന്നു ചീഫ് ജസ്റ്റിസ് നടത്തിയ നിരീക്ഷണം. എന്നാൽ നാഗരത്ന പറഞ്ഞത് പൊതുതാൽപര്യ ഹർജി നൽകിയത് വിഷയത്തിൽ നേരിട്ട് ബന്ധമുള്ള കക്ഷിയല്ല എന്നാണ് ജസ്റ്റിസ് നാഗരത്ന നിരീക്ഷിച്ചത്. ഹർജിക്കാരന്റേത് അനാവശ്യ ഇടപെടലെന്നും ജസ്റ്റിസ് നാഗരത്ന പറയുകയുണ്ടായി. എന്നാൽ സുപ്രീം കോടതിയിൽ ശബരിമല യുവതീ പ്രവേശന വിധിയിൽ നിർണായകമായ നിരീക്ഷണങ്ങൾ ഇന്ന് വന്നിരിക്കുന്നു. ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്തു നിന്നും ജസ്റ്റിസ് ബി നാഗരത്നയുടെ ഭാഗത്തു നിന്നുമാണ് നിരീക്ഷണങ്ങൾ വന്നിരിക്കുന്നത്. ഇന്ന് കോടതിയിൽ നടന്നത് ദേവസ്വം ബോർഡിന്റെ വാദങ്ങളാണ്. ആർ അച്യുതനാണ് ഡൽഹിയിൽ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.